ഹലോ നമസ്കാരം. അജൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ എന്താ പറയുക കൃഷിപ്പണികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, പെട്ടെന്ന് നമുക്ക് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ക്രിസ്മസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളുടെ ഇടവകയിൽ നമ്മളുടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഇത് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യണ എല്ലാ ആഴ്ചയും എൻ്റെ ഒരു എന്താ പറയുക ടൈം ടേബിളിലുള്ളൊരു പണി എന്ന് പറയുന്നതാണ് ഫ്രൈഡേ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ആഴ്ചത്തെ ഒരുപാട് വേസ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർബേജ് ബാഗ് നിറഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയാം വീട്ടിലുണ്ടാവണ ചവറുകളല്ല, അകത്തുള്ള കുറേ വേസ്റ്റുകൾ ഉണ്ടാവും. പ്ലാസ്റ്റിക് അല്ല പറയണത്. പ്ലാസ്റ്റിക് നമ്മളെ ചേച്ചിമാർ എങ്ങനെയായാലും കർമ്മസേനയിലെ ചേച്ചിമാർ അവർ മാസത്തിലൊരിക്കൽ വന്നിട്ട് അത് എടുത്തോട്ട് പോകും. എങ്ങനെയായാലും 50 രൂപ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അത് പരമാവധി പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകും. പക്ഷെ എന്നാലും ഉണ്ടാവും നമ്മളുടെ ഈ മീൻ വാങ്ങിച്ച കവറുകൾ. അതൊക്കെ ഞാൻ ഈ കടലാസുകളിൽ പെടും കേട്ടോ. പിന്നെ നമ്മളുടെ പിള്ളേരെ ആണെങ്കിലും നമുക്കറിയാലോ, സ്നാക്സ് ആണെങ്കിലും അങ്ങനെയുള്ള എങ്ങനെ പോയാലും കുറേ. പിന്നെ ആമസോണിൻ്റെ കുറേ ബോക്സുകൾ ഉണ്ടാവും എൻ്റെ അടുത്ത്. പ്രത്യേകിച്ച് കുറച്ചിങ്ങനെ ഓൺലൈൻ പർച്ചേസ് കുറച്ച് ഇതുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടാവും. അങ്ങനെ ഒരുപാടുണ്ടാവും. നമുക്കറിയാലോ ഒരു വീട്ടിൽ എന്തോരം വേസ്റ്റുകൾ, ഇങ്ങനത്തെ ഉള്ള ഹാർഡായിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കത്തിക്കുക. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് അവർക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത, നമ്മൾക്കറിയാം ലേഡീസിന് കുറച്ചും കൂടെ ഇതായിട്ടുള്ള കുറച്ച് വേസ്റ്റുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം, അതായത് വീട് മൊത്തം വേസ്റ്റുകൾ മൊത്തം ക്ലീൻ ആക്കണ ഒരു ദിവസമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫ്രൈഡേ ഈവനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് വേസ്റ്റുകൾ മുഴുവൻ കത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കത്തും. കുറച്ച് ഡീസൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും കുറച്ച്. അപ്പോൾ വളരെ കുറച്ച്, ഇപ്പോൾ ഞാൻ എടുത്ത് കണ്ടില്ലേ, ഒരു ചിരട്ടയിൽ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തെളിക്കുക വേണ്ടോ. അപ്പോൾ അത് മൊത്തം കത്തിപ്പോവും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചവറും കാര്യങ്ങളൊക്കെ അതിൽ മുകളിൽ കൊണ്ടിടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കത്തിയതിന് ശേഷം പിന്നെ ഇതുണ്ടല്ലോ കനൽ അവിടെ എടുക്കുമ്പോൾ ഇത് മുകളിൽ കൊണ്ടിടുമ്പോൾ ചവറുകൾ, കുറച്ച് നനഞ്ഞ ചവറുകൾ കൊണ്ടിട്ട് കഴിഞ്ഞ് പിന്നെ അത് പുകയാവും. പുക എന്തിനാന്ന് നമുക്കറിയാലോ, കാരണം നമ്മളുടെ ചെടികൾക്കും, അതായത് ഉച്ച തിരിയുമ്പോൾ നിറയെ പ്രാണികളും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. അപ്പം നമുക്ക് പുകയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ പണ്ട് കണ്ടില്ല തെങ്ങിനൊക്കെ ഇങ്ങനെ തെങ്ങിൻ്റെ താഴെയൊക്കെ അടിച്ചു കൂട്ടി തീരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിനൊക്കെ ചാരത്തിന് മാത്രമല്ല നമ്മൾ തെങ്ങിന്മ കുറേ എന്താ പറയുക ചാഴിയോ അങ്ങനെ എന്തോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് ചൂട് തട്ടുമ്പോൾ അവരൊക്കെ പോവും. അപ്പോൾ അത് വളരെ എന്താ പറയുക ഈ ഇൻസെക്ട്സിനൊക്കെ ഭയങ്കര എന്താ പറയുക നല്ലൊരു പ്രിവെൻറ്റീവായിട്ടുള്ളൊരു സാധനമാണ് ഈ പുകയിടുക എന്ന് പറയുന്നത്, ചൂട് കൊള്ളിക്കുക എന്ന് പറയണത്. എൻ്റെ ഈ ഒരു കോവ ഉണ്ടായിരുന്നു, നിറയെ എന്താ പറയുക ജീവിയുടെ പേരൊന്നും എനിക്കറിയില്ല, ഇലകൾ മുഴുവൻ നീരൂറ്റി കുടിക്കുക, അങ്ങനെ ഭയങ്കര കഷ്ടമായിരുന്നു അത്. കോവയ്ക്കയുടെ ആകെ കരിഞ്ഞിരിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് അതിൻ്റെ അടിയിൽ കുറച്ച് കരിഞ്ഞാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പുകയിടാൻ തുടങ്ങിയപ്പോഴാണ് അവരെല്ലാവരും പോയിട്ട് ഇപ്പോൾ നല്ല തളിരായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പുകയിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മളുടെ ചെടികൾക്കും അത് നല്ലതാണ്. പിന്നെ കായ്ക്കാനും പൂക്കാനും ഒക്കെ നല്ലതാണ്. മാവിൻ്റെ താഴെയൊക്കെ നമ്മൾ പുകയിടണം കണ്ടിട്ടില്ലേ. അപ്പോൾ പൂക്കളൊക്കെ പെട്ടെന്ന് കായ പിടിക്കാനും അങ്ങനെയൊക്കെ ഇതാണ്. അപ്പോൾ ഞാനും അവിടെ ഇടണത് കൂടാതെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ നമ്മളുടെ ഈ ഫ്രണ്ട് ഭാഗത്തേക്കൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരു അലുമിനിയത്തിൻ്റെ ഒരു വട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചവറും കുറച്ച് എന്താ പറയുക കുറച്ച് പച്ച ഇലകളും ഒക്കെ എടുത്തു വയ്ക്കും. അപ്പോൾ അവിടെ ഇടുന്നതിന് ഒപ്പം തന്നെ ഈ മാവിൻ്റെ ഈ സൈഡിലാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളവർക്കും ചെറുതായിട്ട് പുകയും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ കേട്ടോ എനിക്ക് ഉറപ്പാണ്. കാരണം അധികം ഇപ്പം ഞാൻ ആ മഞ്ഞക്കിണി ഉണ്ടല്ലോ അത് കെട്ടി വെച്ചാലും അധികം അതിലേക്കൊന്നും വീഴാനില്ല, അത് വളരെ കുറവ് മാത്രമാണ്. പക്ഷെ ഈ കോവയുടെ കേസ് പറഞ്ഞില്ലേ, ആ കോവയുടെ അതിൻ്റെ അടിയിൽ ഈ പുകയ്ക്കുന്നതിന് മുന്നേ നിറയായിരുന്നു. ആ മഞ്ഞ കാണണേ ഉണ്ടായിരുന്നില്ല, അത്ര അധികം കീടങ്ങളായിരുന്നു വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ശല്യമുണ്ട്. പക്ഷെ ഈ സൈഡിൽ ഈ ആഴ്ചയിലൊരു ദിവസം, അറ്റ്ലീസ്റ്റ് ആഴ്ചയിലൊരു ദിവസം പുകയ്ക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറവാണ് കീടങ്ങൾ എന്ന് പറയാം. പിന്നെ നമ്മളുടെ ഈ ഒരു ജാതിയുടെ ഇലയുണ്ടല്ലോ, ഇതും കൂടെ ഞാൻ എന്തായാലും മിക്കപ്പോഴും അടിച്ച് അവിടെ കൂട്ടിയിടുള്ളൂ. കാരണം ഇത് ഞാൻ ചെടികളുടെ കടക്കിൽ ഇടാറില്ല.
എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവിൻ്റെ അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ ചെടികളുടെ കടക്കിൽ ഇടാറുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മിക്ക ദിവസവും തൊട ഇവിടെ ഒരു പ്രധാന ഘടകമാണ്. കാരണം ഈ കൂക്കിയും മില്ലിയും ഇവരെല്ലാവരും അകത്ത് നടക്കുന്ന കാരണം മിക്ക ദിവസവും തുടയ്ക്കേണ്ടി വരും. അപ്പോൾ തുടയ്ക്കുമ്പോഴാണെങ്കിൽ അതിൽ ലൈസോളും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ തുടയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കൊണ്ട് ഒഴിക്കുമ്പോൾ ഈ നമ്മളുടെ ഈ ഇലയുണ്ടല്ലോ, ഇലയിൽ എങ്ങനെയായാലും ലൈസോളാണെങ്കിലും പിന്നെ അലക്കണ സോപ്പ് വെള്ളമാണെങ്കിലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെരുമാറുന്ന ആ ഒരു വെള്ളം സോപ്പിൻ്റെ അംശങ്ങളൊക്കെ ഈ ഇലയിലുണ്ടാവും. എങ്ങനെയായാലും നമ്മളുടെ ഈ ജാതിയുടെ തൊട്ടടുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇല ഞാൻ മിക്കപ്പോഴും ജാതിയുടെ ഇല ഉണങ്ങിയതാണെങ്കിലും ഞാൻ ചെടികൾക്കിടാൻ ഉപയോഗിക്കാറില്ല. മിക്കപ്പോഴും അത് ഈ ഒന്നില്ലെങ്കിൽ ഇതിലിടും, ഇല്ലെങ്കിൽ ബാക്കിൽ കത്തിക്കുന്നതിലിടുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ അത് ആ ഒരു ഇത് ചെടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, എന്തെങ്കിലും ചിലപ്പോഴല്ല. അപ്പോൾ അതും കുറച്ച് കൊണ്ടിട്ടു. അങ്ങനെ നന്നായി പുകയുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഈ പുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം സ്പ്രെഡ് ആവുകയാണ്. ഇവിടെ നമ്മളുടെ മാവുണ്ട്, അപ്പുറത്ത് റംബൂട്ടാനാണ്, ഇവിടെ നമ്മളുടെ പേരയുണ്ട് ഇപ്പുറത്ത്. പിന്നെ വേണ്ട പേരയ്ക്കൊക്കെ നിങ്ങൾക്ക് കണ്ടോയെന്ന് അറിഞ്ഞൂടാ, നിറയെ ഈ ഒരു തണ്ടുമ്പോൾ നിറയെ പേരയ്ക്ക പൊടിച്ച് ഇതായി വരുന്നുണ്ട്. പിന്നെ അതിന് അപ്പുറത്ത് തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു 3-4 ഒക്കെ എണ്ണുണ്ട്. നിറയെ മുളകും തൈക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പച്ചലയും നമ്മളുടെ ഉണക്കലയും ഒക്കെ കൂടെ സെറ്റാക്കി അങ്ങനെ പുകയിടൽ എന്ന് പറയണത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് സ്ഥിരമായി ചെയ്യണ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളുടെ എല്ലാവിടെയും, ഇവിടെ മാത്രമൊന്നുമല്ല. അപ്പോൾ നമുക്കിന്ന് കുറച്ച് നമ്മളുടെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മുന്നേ സെറ്റ് ചെയ്ത് വെച്ച ഒരു മാസം മുന്നേ നമ്മൾ ഒരു മാസത്തിൽ ഡിസംബർ 1 തൊട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഒരു ദിവസത്തെ ആയുസ് പോലും നമ്മളെ ക്രിസ്മസ് ട്രീക്കും ആ ഫ്രണ്ടിലിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിനും ഉണ്ടായില്ല. നമ്മളുടെ കുക്കി മില്ലിയും ചക്കി എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവരിങ്ങനെ തൂക്കിടുന്ന സാധനങ്ങളെ എത്രത്തോളം എത്തോ അത് മുഴുവൻ അവർ ചക്കി തട്ടി താഴ്ത്തിടും. പിന്നെ ആ പുല്ലുകളൊക്കെ എല്ലാവരും പറിച്ചെടുത്തിട്ട് അവസാനം ഇപ്പം അതിൻ്റെ ആ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഗ്രീൻ സ്ട്രിപ്പ്, അത് മാത്രമേ ഉള്ളൂ. ആ പുല്ലുകളൊക്കെ കുക്കിയുടെ മേത്ത് ഒക്കെ ഇങ്ങനെ അത്രയും ആൾക്കൊരു പൂടയുണ്ടല്ലോ അതിനുള്ളിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അത്രയും പരമാവധി എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അത് മുഴുവൻ നശിപ്പിച്ചു. അത് മാത്രമല്ല നമ്മുടെ അതിൽ വെച്ചിരിക്കുന്ന കുറേ പശുക്കളും അങ്ങനെയുള്ള കുറേ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കുറേ ഇതുകളുണ്ട്. ആ രൂപങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി അത് നമ്മൾ കാറിടില്ലേ നമ്മൾ പാർക്കിംഗ് ഏരിയ അവിടെ നിന്നടക്കം പറക്കി എടുത്തോണ്ട് ഗതികേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും കണ്ടില്ലേ, എല്ലാതും അതിൻ്റെ പുൽക്കൂടിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുക. അങ്ങനെ ഇനി ആവശ്യം തലേദിവസം ഞാൻ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ തലേദിവസം ഇതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ഇവരെല്ലാവരെയും അടച്ചിടണം, എന്നാലാണ് ഇത് ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ യൂണിറ്റിൻ്റെ, എനിക്ക് അറിയില്ല, ചിലപ്പോൾ കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്ഥിരം എല്ലാ പള്ളികളിലും ചെയ്യണതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളുടെ യൂണിറ്റിൻ്റെ കരോളാണ്. അപ്പോൾ അവരെല്ലാ വീടുകളിലേക്കും വരും. അപ്പോൾ അപ്പോഴേക്കും അതായത് ഒരു യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു 40-42 വീടുകളാണ് ഞങ്ങളുടെ ഒരു യൂണിറ്റിലുള്ളത്. നമ്മളുടെ ഈ പള്ളിയിൽ ഒരു 16 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പപ്പയൊക്കെ ആയിട്ട് ഉണ്ണീനെയൊക്കെ കൊണ്ടാണ് വരാം. അപ്പോൾ അവർ വരുമ്പോഴേക്കും അപ്പോൾ നമ്മളുടെ യൂണിറ്റിലെ ഒരുവിധം എല്ലാ വീട്ടുകളിൽ നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. പിള്ളേരുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും, കൊട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു വൈബാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോഴേക്കും ഇത് അറ്റ്ലീസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ എന്ന് വെച്ചിട്ട് വേഗം ഞാൻ അത് സെറ്റ് ചെയ്യാനിരുന്നു. പിള്ളേരൊക്കെ കുളിക്കും ഇതൊക്കെയാണ്. കാരണം 6:30 ആകുമ്പോൾ നമ്മളൊരു സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്തണം. അപ്പോൾ അവിടെ നിന്നാണ് ഇവരെല്ലാവരും പാട്ടും കൊട്ടൊക്കെ ആയിട്ട് തുടങ്ങുക. അപ്പോൾ പിള്ളേരൊക്കെ കുളിച്ച് വേഗം പോകാനുള്ള സെറ്റപ്പിലാണ്. 6:30-7 മണിയാവും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചതിന് ശേഷം വേണം എനിക്ക് പോയി കുളിച്ചിട്ട് പോകാനായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ ക്രിസ്മസ് ട്രീ ആണെങ്കിലും ഈ പുൽക്കൂട് ഉണ്ടാക്കാൻ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പണ്ടേ തൊട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ നമുക്കറിയാം സ്കൂളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും ഇവരിങ്ങനെ ആർട്ടിഫിഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പണ്ടൊക്കെ. എന്താ പറയുക, ട്രീയും പിന്നെ ലൈറ്റ് ഇടലും. പിന്നെ അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ എന്താ പറയുക, കടുകോ ആണെന്ന് തോന്നുന്നുണ്ട്, കടുകാണോ തന്നെയാണോ
ഇതൊക്കെ വിതച്ചിങ്ങനെ നല്ല ഭംഗിയിൽ ഡിസൈനൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഏരിയ തന്നെ അവരുണ്ടാക്കും. ഭയങ്കര സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ നമ്മൾക്ക് വീട്ടിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പൂക്കളിടണ പോലെയല്ലല്ലോ വീട്ടിൽ. ക്രിസ്മസ് ട്രീ വെക്കണം, ഇല്ലെങ്കിൽ ക്രിസ്മസ് എന്താ പറയുക പുൽക്കൂട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ക്രിസ്ത്യൻ ഫാമിലീസോ അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്ന് നമുക്ക് ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു ആഗ്രഹം അങ്ങനെ നിന്നു. പക്ഷെ അങ്ങനെ ആ ആഗ്രഹം അങ്ങനെ പോയി കാണും. നമ്മൾ കോളേജും കാര്യങ്ങളും ഒക്കെ ആയി പഠിച്ച് അങ്ങനെ ആയിക്കഴിഞ്ഞു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ക്രിബും എന്താ പറയുക ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കണ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു. അതാണ് നമ്മളൊരു കാര്യം ഇങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അത് നടക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കില്ല, ജസ്റ്റ് ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ അത് ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് സാധിക്കും. അപ്പോഴാണ് നമ്മൾ ആലോചിക്കും, ഇത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അതുപോലെ ഒരു സംഭവമാണ് ഈ ക്രിസ്മസ് ട്രീയും ഇതും. പക്ഷെ ഇതല്ല സത്യത്തിൽ എനിക്ക് എന്താ പറയുക ക്രിയേറ്റീവായിട്ട് ഇതൊക്കെ നമ്മൾ എന്താ പറയുക റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ജസ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മളുടെ ഈ കുക്കിയും മില്ലിയും ചക്കിയും ഒന്നും സമ്മതിക്കില്ല. കാരണം ചെടിച്ചട്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ, ചെടിച്ചട്ടിയിൽ മണ്ണടക്കം അവർ അത് മാന്തി എൻ്റെ ചെടി മുഴുവൻ ഇളക്കുന്ന ടീമുകളാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഞാൻ ഈ എന്താ മണ്ണൊക്കെ ഇട്ട് ഇല്ലെങ്കിൽ ചണച്ചാക്കൊക്കെ ഇട്ട് തെനയും മറ്റേതൊക്കെ പാവി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കാതെ ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടാവില്ല. അത് എല്ലാതും അവർ മാറ്റിക്കളയും. ഇപ്പം തന്നെ ഇത് വെച്ചപ്പോൾ തന്നെ അത് കണ്ടില്ലേ ചുറ്റി പറ്റി നടക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ എന്നിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. കാരണം ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും ആ കുട്ടികൾ മറ്റേ ഇതിന് വരുമ്പോഴേക്കും അമ്മച്ചി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവരാരെങ്കിലും അത് നശിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വടിയും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ അവരൊക്കെ വന്നു കേട്ടോ. കുറേ പേരുണ്ട്. 42 വീട്ടിൽ നിന്ന് കുറേ കുട്ടികളുണ്ട്. ഞങ്ങളുടെ യൂണിറ്റിലാണെങ്കിൽ കുറേ എന്താ പറയുക ന്യൂജൻ പിള്ളേരാണ് നിറയെ. അതുകൊണ്ട് തന്നെ ഭയങ്കര വൈബാണ്. എല്ലാവരും ഭയങ്കര കോർഡിനേഷനും ഭയങ്കര സപ്പോർട്ടുമാണ്. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യത്തിനും ഒക്കെ അങ്ങനെ എല്ലാം ചെയ്യാനും അങ്ങനെ എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉള്ള എല്ലാം അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് ഉള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും പോകും. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ നമ്മളുടെ അപ്പുറത്തെ വീട്ടിൽ എല്ലാവിടെയും കണ്ടില്ലേ എല്ലാവരും നന്നായി അറേഞ്ച് ചെയ്ത് എന്താ പറയുക ക്രിസ്മസ് ശരിക്കും നമ്മളുടെ വീട്ടിലത്തെ കാഴ്ചകളല്ല, അപ്പുറത്തുള്ള കാഴ്ചകളാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്മസ് ട്രീ ആണെങ്കിലും ലൈറ്റാണ്. കാരണം നമ്മളുടെ വീട്ടിലത്തെ കാണണമെങ്കിൽ അപ്പുറത്ത് പോയി നിൽക്കണം, അല്ലെങ്കിൽ റോട്ടിൽ നിന്നല്ലേ നമ്മുടെ വീട്ടിലെ കാണുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതെല്ലതും എല്ലാ വീട്ടിലും കയറി ഇറങ്ങി കുട്ടികളൊക്കെ അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക രാത്രി. പിന്നെ ഇതിപ്പോൾ ഒരു 8-8:30 ആകുമ്പോൾ നമ്മൾ എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അതിൻ്റെ ഇടയിൽ പറയുമ്പോൾ ടെഡിക്ക് ഭയങ്കര പേടിയാണ് ഈ കൊട്ടെന്ന് മാത്രമല്ല ഇനി പെരുന്നാളായി കഴിഞ്ഞാൽ ടെഡിയുടെ എന്താ പറയുക കാളരാത്രികളാണെന്ന് വേണമെങ്കിൽ പറയണം. ഭയങ്കര പേടിയാണ് അവന്. ഇത് പൊട്ടുമ്പോൾ കുരയ്ക്കണതല്ല, ഓടി നടക്കും ഇങ്ങനെ വെപ്രാളം പിടിച്ചിട്ട്. പിന്നെ അവരെല്ലാവരും പോയി എല്ലാവരും വന്നില്ലേ കൊട്ടും കുറവൊക്കെ ആയിട്ട്. അതോടുകൂടെ എല്ലാവരെയും മിസ്സിങ് ആയി, എല്ലാവരും ഒളിച്ചു. അത് കഴിഞ്ഞ് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും വന്ന് പുറത്ത് നല്ല കൂളായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നത്. ശല്യങ്ങളെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും കുക്കിനെ ഞാൻ കൊണ്ടിട്ടു. കുക്കി പോവൊന്നുമില്ല. മില്ലിയും ചക്കിയും പൂച്ചക്കുട്ടി അവർക്ക് കുറച്ച് പേടി കൂടുതലാണല്ലോ. കുക്കി പോവില്ല, പക്ഷെ കുക്കിനെ ഞാൻ അടച്ചിട്ടില്ല. ഈ വന്ന ആൾക്കാർ മുഴുവൻ ഓടും. അവരെ മുഴുവൻ ഒന്നും ചെയ്യില്ല. അവള് ഭയങ്കര സ്നേഹമാണ്. വാലാട്ടും ഓടിച്ചെന്ന് മേത്ത് കയറും, എടുക്കണം. കൊച്ചു പിള്ളേർക്കും ഇല്ലയെന്നുണ്ട് അങ്ങനത്തെ. എടുത്തു കഴിഞ്ഞാൽ അനങ്ങാണ്ട് നിൽക്കും. അപ്പോൾ ആരാന്നൊരു പ്രശ്നമില്ല, കടിക്കൊന്നുമില്ല. അതിനിവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും കയറി ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ഒത്ത് ഇങ്ങനെ ഇരുന്ന് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത് ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ കൈമാറി കുറേ എന്താ പറയുക നമ്മളുടെ ഇനി പള്ളിയുടെ മെയിൻ ഒരു കരോൾ മത്സരം വരുന്നുണ്ട്. അതിൻ്റെ ഉള്ള കാര്യങ്ങളും റിഹേഴ്സലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിപ്പോൾ എല്ലാവരും മണക്കണത് സപ്ലിമെൻ്റാണ്. അപ്പോൾ ഓരോ യൂണിറ്റിനും സപ്ലിമെൻ്റ് അടിക്കും. അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അത് എല്ലാവരും ഇരുന്ന് മടക്കി അങ്ങനെ ഒരു അടിപൊളി വൈബായിരുന്നു അന്നത്തെ രാത്രി എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇനി കുറേ പരിപാടികളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.